ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. യു എയിലെ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് ഡൗട്ട് ചെയ്യാം, മെസ്സേജ് അയക്കാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള സബ്സ്ക്രൈബറുടെ ക്വസ്റ്റിൻ്റെ ആൻസറുമാണ്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്തിനാ DH എഴുതാനായിട്ട് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞു. ഇപ്പോഴല്ല, എപ്പോഴും BH എഴുതാനായിട്ട് എക്സ്പീരിയൻസ് അവിടെ ചോദിക്കുന്നില്ല. നമുക്ക് വൺസ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാം ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് ഡേറ്റ് എടുത്തിട്ട് എക്സാം പോയി എഴുതാം. പക്ഷെ വൺസ് എക്സാം പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യാനുണ്ട്. ആ ഡാറ്റ ഫ്ലോയ്ക്ക് നമുക്ക് 2 ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവിടെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. സോ 2 ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഗുഡ് സ്റ്റാൻഡിങ്, BLS, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് എക്സാം എഴുതി കഴിഞ്ഞാൽ പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിന് ശേഷം ഈ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. എലിജിബിലിറ്റി അപ്ലൈ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എലിജിബിലിറ്റി ലെറ്റർ കിട്ടുള്ളൂ. അതായത് നമ്മുടെ ലൈസൻസ്, ആ എലിജിബിലിറ്റി ലെറ്റർ ആണ് വൺസ് നമ്മൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുമ്പോൾ ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ക്ലിനിക് ഹോസ്പിറ്റലിൻ്റെ അണ്ടറിൽ ലൈസൻസ് ആക്കിയിട്ട് എടുക്കുന്നത്. നമ്മൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റി കിട്ടില്ല. നമ്മൾ ഡാറ്റ ഫ്ലോയും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എലിജിബിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ എക്സാം എഴുതാനായിട്ട് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഡാറ്റ ഫ്ലോയ്ക്ക് എക്സ്പീരിയൻസ് വേണം. ഡാറ്റ ഫ്ലോ ചെയ്താലേ എലിജിബിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ആ സബ്സ്ക്രൈബർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ സബ്സ്ക്രൈബർക്ക് അറിയാം, മറ്റുള്ളവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.